ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണ്? പീരിയോഡിക് ടേബിൾ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ഓൾറെഡി നോബിൾ ഗ്യാസസ് വരെയുള്ള ഭാഗം ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗമാണ് നോബിൾ ഗ്യാസ് മുതലുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യ ഭാഗം എന്ത് ചെയ്യണം, നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഭാഗം കാണാവുള്ളേ. ഇനി ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, മിസ് എന്ത് ചെയ്യാം, ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടന്നാലോ? എന്താണ് ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ് അല്ലേ. Certain data regarding the main group elements are given in the following table. Complete the table 2.8 and record it in your science diary. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാം അല്ലേ. നെയിം ഓഫ് എലമെന്റ്, സിമ്പിൾ ഉണ്ട്, ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, നെക്സ്റ്റ് അടുത്ത് എന്താണ്, ഗ്രൂപ്പ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ഫസ്റ്റ് വൺ ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഹീലിയം ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ് കൊടുത്തിരിക്കുന്നത്? ഹീലിയം ആണ്. അപ്പോൾ ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് കേട്ടോ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. നെക്സ്റ്റ് അടുത്തത് നിയോൺ ആണ്. നിയോണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ് കേട്ടോ. നിയോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. ഇലക്ട്രോൺ വിന്യാസം 2, 8 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും, ഈ നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്, മിസ്സിന് എവിടുന്നാ കിട്ടിയത്? നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നില്ലേ? ഇത് എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാല് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരെ ബേക്കോട്ട് പോവാം കേട്ടോ. ബേക്കോട്ട് പോകുമ്പോൾ നമ്മുടെ അവിടെ കിടപ്പുണ്ട്, പീരിയോഡിക് ടേബിൾ അവിടെ കിടപ്പുണ്ട്. അപ്പൊ പീരിയോഡിക് ടേബിളില് എവിടെയാണ്? 18ാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ. 18ാമത്തെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ഗ്രൂപ്പാണ്. ഇത് കണ്ടോ, ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ഗ്രൂപ്പ് നിങ്ങൾ കണ്ടോ? ഈ ലാസ്റ്റ് എടുക്കുന്നതിൽ രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? നിയോൺ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ ആളാണ് നിയോൺ എന്ന് പറയുന്നത്. ഇനി 18ാമത്തെ ആളാണ് ആർഗൺ. 36ാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? ക്രിപ്റ്റോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇനി മിസ്സിന് എവിടുന്നാ കിട്ടിയത് ഡൗട്ട് വേണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത്? അപ്പം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയില്ലേ, 2, 8 എന്നാണ് വരുന്നത്. ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും എത്ര തന്നെയാണ്? ഇപ്പൊ നമ്മൾ അങ്ങ് മാറ്റി നോക്കിയതേ ഉള്ളൂ അല്ലെ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ് അല്ലെ. അടുത്ത് കൊടുത്തേക്കുന്ന ആർഗൺ ആണ്. ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 8 എന്ന് വരും അല്ലെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഗ്രൂപ്പ് നമ്പർ വീണ്ടും എത്ര തന്നെയാണ്? 18 തന്നെയാണ് കേട്ടോ. അടുത്ത എന്താണ്? ക്രിപ്റ്റോൺ ആണ്. ക്രിപ്റ്റോണിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ജസ്റ്റ് നമ്മളിപ്പോ നോക്കിയായിരുന്നു, എത്രയാണ്? 36 ആണ് അല്ലെ. അല്ലെങ്കിൽ 36 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാലും മതി കേട്ടോ. കൂട്ടി നോക്കിക്കേ, 8 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 + 2 എന്ന് പറയുന്നത് 10. 10ഉം 8ഉം എത്രയാണ്? 18 ആണ് അല്ലെ. പിന്നെ 18ഉം 18ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 എന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 18 തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ 18 തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. യു നോ ദാറ്റ് ദ എലിമെന്റ്സ് ഗിവൺ ഇൻ ദ ടേബിൾ ആർ നോബിൾ ഗ്യാസ്. ടു വിച്ച് ഗ്രൂപ്പ് ഡു ദേ ബിലോങ്? അപ്പൊ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എങ്ങനെയാണ്, നമ്മൾ എന്താണ് മുകളിൽ തന്നിരിക്കുന്നതെല്ലാം നോബിൾ ഗ്യാസ് ആണ്. മുകളിൽ തന്നിരിക്കുന്നത് എന്താണ്? നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. നമ്മൾ ഈ 18ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത് പേരാ വിളിക്കുന്നത്? നോബിൾ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. ഇവ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഏത് ഗ്രൂപ്പിലാണ്? ടു വിച്ച് ഗ്രൂപ്പ് ഡ്യൂ ദേ ബിലോങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവർ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? 18ാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ 18 ഗ്രൂപ്പാണ് കേട്ടോ. 18th ഗ്രൂപ്പാണ്. വാട്ട് പെക്യുലാരിറ്റി ഡു യു നോട്ടീസ് in the number of the outermost electron of elements expected helium? അപ്പൊ എന്താണ് ചോദിച്ചേക്കുന്നത്? എങ്ങനെയാണ്? ഹീലിയം ഒഴികെ, ഓക്കെ, ഫസ്റ്റ് വൺ ആരാണ്? ഹീലിയം ആണ് അല്ലെ. ഹീലിയം ഒഴികെയുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് വീതമാണ് നോക്കിക്കേ. ഇവിടെ രണ്ടാമത്തെ എലമെന്റ് ആയ നിയോണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ആർഗന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 8 ഇലക്ട്രോൺ ഉണ്ട്. ലാസ്റ്റ് വൺ ആയ ക്രിപ്റ്റോണിന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണുള്ളത്? 8 ഇലക്ട്രോൺ വീതമാണ്, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത് അല്ലെ. അപ്പൊ എത്ര ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത്? 8 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം അല്ലെ. 8 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത് അല്ലെ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇഫ് എലിമെന്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം
have 8 electrons in their outermost shell, they attain stability. It is to attain his stability that atom of all elements undergo chemical reaction. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയുള്ള ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം ഹൈഡ്രജൻ, ഹീലിയം, ഏതൊക്കെയാണ് എലമെന്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രജനും അതേപോലെ ഹീലിയം എന്ന് പറയുന്ന രണ്ട് മൂലകങ്ങൾ അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ മൂലകത്തിന്റെയും ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ് വന്നാൽ മാത്രമേ ഇവർക്ക് സ്റ്റേബിൾ ആവാൻ കഴിയുള്ളൂ. എന്താവാൻ കഴിയുള്ളൂ? സ്റ്റേബിൾ ആവാൻ കഴിയുള്ളൂ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടി, അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഇവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടി കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ നമ്മുടെ നോബൽ ഗ്യാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇവർ കെമിക്കൽ റിയാക്ഷന് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ 8 ഇലക്ട്രോൺസ് ഇല്ലാത്തവർ മാത്രം ഇതിന് പോയാൽ മതി, കെമിക്കൽ റിയാക്ഷന് പോയാൽ മതി. അപ്പൊ 8 നോബൽ ഗ്യാസിന്റെ പ്രത്യേകത അവരുടെ അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും എത്ര ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും? 8 ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും. ഇതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Usually 18th group of elements do not take part in a chemical reaction because of the stable arrangement of electrons. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 18th ഗ്രൂപ്പ് ഇലക്ട്രോൺ ഞാനിപ്പോൾ പറഞ്ഞല്ലോ. എന്താണ് 18th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എന്തിനു പോകുന്നില്ല? ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബിക്കോസ് ഓഫ് സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഓൾറെഡി അവരെന്താണ് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് എത്രണ്ണം വീതമുണ്ട്? 8 എണ്ണം വീതമുണ്ട്. അതുകൊണ്ട് ഇവർ കെമിക്കൽ റിയാക്ഷന് പോകുന്നില്ല. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എലമെന്റ്സ്, കുറച്ച് എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി, ക്യൂ, ആർ, എസ് ആർ ഗിവൺ. Write down the electron configuration of these elements. Which among these are noble gas? അപ്പൊ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ദെൻ ഇതിൽ ഏതാണ് നോബിൾ ഗ്യാസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലോ. നോക്കിക്കേ, ഫസ്റ്റ് വണ് P8 ആണ് അല്ലെ. അപ്പൊ എങ്ങനെ വരും? 2 6 എന്ന് വരും. 2 എത്ര വരുന്നത്? 6 അല്ലെ. 2ഉം 6ഉം ആണ് വരുന്നത്. കെ എന്ന് പറയുന്ന ഷെല്ലില് 2 ഇലക്ട്രോൺ ഉണ്ട്. എല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 6 ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലെ. അടുത്തത് ക്യൂ ആണ്. ക്യൂവിൽ എത്ര ആണുള്ളത്? ക്യൂവില് 10 ആണ് അല്ലെ. ക്യൂ എന്ന് പറയുന്നത് 10 എന്ന് വരും. എത്ര ഇലക്ട്രോൺസ് ആണ്? 2 8 എന്ന് വരും അല്ലെ. ഏതൊക്കെയാണ്? 2 8. കെയില് 2ഉം എല്ലില് 8ഉമാണ് വരുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, 6 ആറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2 8 2 എന്ന് വരും അല്ലെ. അപ്പം നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, എസ് 18 ആണ്. അപ്പൊ എങ്ങനെ വരുന്നത്? 2 8 8 എന്ന് വരും. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞത്? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദിസ് ആർ നോബിൾ ഗ്യാസസ്? ഇതിൽ ആരൊക്കെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും? 8 ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും അല്ലെ. ഫസ്റ്റ് വൺ 8 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, ഏറ്റവും പുറമേയുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ വീതം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് നോബിൾ ഗ്യാസ് ആണോ? അല്ല. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്തതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. സോ ഇത് നോബിൾ ഗ്യാസ് ആണ്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് Q10 എന്ന് പറയുന്നത് എന്താണ്? നോബിൾ ഗ്യാസ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്തതിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതം ഉണ്ടോ? ഇല്ല. സോ ഇതെന്തല്ല? നോബിൾ ഗ്യാസ് അല്ല. ലാസ്റ്റ് കൊണ്ട് നോക്കിക്കേ, എസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമുണ്ട്. സോ ഇതെന്താണ്? ഒരു നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ട്രാൻസിഷൻ എലമെന്റ്സിലേക്ക് പോവാണ് അല്ലെ. അപ്പൊ എന്താ ട്രാൻസിഷൻ എലമെന്റ്സ് ജസ്റ്റ് നമുക്ക് നോക്കിപ്പോയാലോ? നോക്കാം അല്ലെ. ഇത് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ 10th ഗ്രൂപ്പ് ഫ്രം ഗ്രൂപ്പ് 3 to 12. 3 to എവിടം വരെ പറഞ്ഞിരിക്കുന്നത്? 12 വരെയുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. Which transition elements are familiar to you? The help of the periodic table. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങളോട് സ്വന്തമായിട്ട് ലിസ്റ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണേ. From which period onwards can you locate the transition elements in the periodic table? അപ്പൊ ഏത് പീരീഡ് മുതലാണ് എന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏത് പീരീഡ് മുതലാണ്? 4th പീരീഡ് മുതലാണ് കേട്ടോ. ഏത് പീരീഡ് മുതലാണ്? 4th പീരീഡ് മുതലാണ്.
നെക്സ്റ്റ് എടുത്ത് നോക്കിക്കേ, ദ എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2 ആർ ജനറലി മോർ മെറ്റാലിക് നേച്ചർ ആൻഡ് ആർ പ്ലേസ്ഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എ പീരിയോഡിക് ടേബിൾ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, 1 ഉം 2 ഗ്രൂപ്പ്, ഒന്നാമത്തേതും അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ മോർ മെറ്റാലിക് നേച്ചർ കാണിക്കുന്നവരാണ്. അപ്പൊ അവർ എവിടെയാണ് കൊടുത്തേക്കുന്നത്, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അവരുടെ സ്ഥാനം, അല്ലെങ്കിൽ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത്, ദ എലിമെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ് 13 to 18 ആർ പ്ലേസ്ഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ പീരിയോഡിക് ടേബിൾ. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിനെ എവിടെ കൊണ്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്, പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലെസ് മെറ്റാലിക് ക്യാരക്ടർ ആണ് കേട്ടോ. എന്താണ്, ലെസ് മെറ്റാലിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത് ആരുടെ പൊസിഷൻ ആണ്, നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദ ട്രാൻസിഷൻ എലമെന്റ്സ് ലേ ദ ബിറ്റ്വീൻ ദ മോർ മെറ്റാലിക് എലമെന്റ്സ് ആൻഡ് കമ്പാരിറ്റീവ്ലി ലെസ് മെറ്റാലിക് വൺ. അപ്പൊ എവിടെ ഇവരെ പ്ലേസ് ചെയ്തേക്കുന്നത്, മോർ മെറ്റാലിക് ക്യാരക്ടറിന്റെ മോർ മെറ്റാലിക് നേച്ചറിന്റെയും അതേപോലെ തന്നെ ലെസ് മെറ്റാലിക് നേച്ചറിന്റെയും ഇടയിലായിട്ടാണ് ആരുള്ളത്, നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ സ്ഥാനം അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. ദ എലിമെന്റ്സ് ഫ്രം എ ഗ്രൂപ്പ് 3 up to ഗ്രൂപ്പ് 12 3 to 12 are known as a transition elements because they indicate a regular change or transition from more metallic elements of a group to less metallic elements of a group 13. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്, എന്തെങ്കിലും പിടികിട്ടിയോ? സിമ്പിൾ കാര്യമാണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞു 1-2 ഗ്രൂപ്പുകളിലുള്ള എലിമെന്റ്സിന് മെറ്റാലിക് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, മോർ മെറ്റാലിക് നേച്ചർ ആണ് അല്ലെ. എന്താണ്, മോർ മെറ്റാലിക് നേച്ചർ ആണ്. എന്നാൽ എന്താണ്, നമ്മുടെ 13 മുതൽ 18 വരെ ആകുമ്പോൾ എന്താണ്, ലെസ് മെറ്റാലിക് നേച്ചർ ആയില്ലേ. അപ്പം മോർ മെറ്റാലിക് നേച്ചറിൽ നിന്ന് ലെസ് മെറ്റാലിക് നേച്ചറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു റെഗുലർ ചേഞ്ച് ആയതുകൊണ്ടാണ് നമ്മൾ 13 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ എന്ത് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. 1-2 ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ പ്രത്യേകത അവർക്ക് മോർ മെറ്റാലിക് നേച്ചർ ആണ്. എന്നാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിന് എന്താണ്, ലെസ് മെറ്റാലിക് നേച്ചർ ആണ്. അതിന്റെ ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, 3 മുതൽ 12 വരെയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോർ മെറ്റാലിക് നേച്ചറിൽ നിന്ന് ലെസ് മെറ്റാലിക് നേച്ചറിലേക്കുള്ള ഒരു ചേഞ്ച് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു റെഗുലർ ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലമെന്റ്സിനെ എന്ത് വിളിക്കുന്നത്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് നമ്പർ ഉണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. രണ്ടാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി അത് ആദ്യം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേ, ഗ്രൂപ്പ് നമ്പർ എത്രയാണോ 1ഉം 2ഉം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 1ഉം 2ഉം ഗ്രൂപ്പിൽപ്പെട്ട എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അത് തന്നെയായിരിക്കും അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കേ, 3, 4, 5 3യും 4ഉം 5ഉം തന്നിട്ടുണ്ട്. ഇതിന്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്, 2 വീതമാണുള്ളത്. അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വീതമാണുള്ളത്, 2 ഇലക്ട്രോൺസ് വീതമാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, it is evident from the table that in the elements of a group 1 and 2 the electron is being added to the last shell. However, in the group 3, 4, 5 electrons are being added to the penultimate shell. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, പിടികിട്ടിയോ? അപ്പൊ 1ഉം 2ഉം ഗ്രൂപ്പിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അവരുടെ അവസാനത്തെ ഷെല്ലിൽ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ല ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ 3, 4, 5 ഗ്രൂപ്പുകളിലാകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോൺസ് എത്തിച്ചേരുന്നത് അവസാനത്തെ ഷെല്ലിന്റെ തൊട്ട് മുന്നേയുള്ള ഷെല്ലിലാണ് കേട്ടോ. അവസാനത്തെ ഷെല്ലിന് എന്താണ്, തൊട്ട് മുന്നേയുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, വന്നെത്തുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണേ. With the help of the periodic table, examine whether the same pattern of following in group 6 to 12. The 10 group from the group 3 to 12 electron filling take place in the penultimate shell. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിന്റെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്, ഇവരുടെ ഇലക്ട്രോൺസ് ലാസ്റ്റ് ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്,
ലാസ്റ്റ് അവസാനത്തെ ഷെല്ലിലാണോ? അല്ല, അവസാനത്തെ ഷെല്ലിന്റെ തൊട്ട് മുന്നിലുള്ള ഷെല്ലിലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവരുടെ പീരീഡ് 4th പീരീഡ് ആണ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഡു ദേ ഹാവ് എനി പെക്യുലാരിറ്റി ഇൻ ദ നമ്പർ ഓഫ് എ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പറും അതേപോലെ നമ്മുടെ പീരീഡ് നമ്പർ അല്ലെ, പീരീഡ് നമ്പറും അതേപോലെ തന്നെ അവസാനത്തെ ഇലക്ട്രോൺസിന് എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടോ? അവസാനത്തെ ഇലക്ട്രോൺസിന്റെ പ്രത്യേകതകൾ എന്താണ്? അവസാനത്തെ ഇലക്ട്രോണിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേ. അവസാനത്തെ ഇലക്ട്രോൺസ് ഒക്കെ എത്ര തന്നെയാണ് വന്നിരിക്കുന്നത്? 2 വീതമാണ് വന്നിരിക്കുന്നത് അല്ലെ. എത്രയാണ്? സെയിം ആണ്. അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് സെയിം ആണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? യൂഷ്വലി ദ ട്രാൻസിഷൻ എലമെന്റ്സ് ഇൻ ദ സെയിം പീരീഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ, ഹെൻസ് ദേ ഷോ ദ സിമിലാരിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ് എലോങ് എ പീരീഡ്. അപ്പോൾ പീരീഡ് സെയിം പീരീഡ് ആണെങ്കിൽ എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത് നമ്മളോട് ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്? ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. 2.10 ആണ്. അപ്പം നെയിം ഓഫ് കെമിക്കൽ, മോളിക്കുലാർ ഫോർമുല, കളർ കൊടുത്തിട്ടുണ്ട്. നിക്കൽ സൾഫേറ്റ് NaSO4 ആണ്, യെല്ലോ ഗ്രീൻ കളർ ആണ്. കോപ്പർ സൾഫേറ്റ് ആണ് CaSO4 ആണ്, ബ്ലൂ ആണ് കളർ. കാൽസ്യം കാർബണേറ്റ് CaCO3 ആണ്, വൈറ്റ് ആണ് കളർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ്? KMnO4 ആണ്, പർപ്പിൾ ആണ് കളർ കേട്ടോ. കൊബാൾട്ട് നൈട്രേറ്റ് CuNO3 ആണ്, പേൾ റെഡ് ആണ്. പൊട്ടാസ്യം ഡൈ ക്ലോറോമേറ്റ് ഏതാണ്? K2Cr2O7 ആണ് കേട്ടോ. ഓറഞ്ച് ആൻഡ് റെഡ് കൂടെ ചേർന്നതാണ്. അടുത്ത ഏതാണ്? ഫെറസ് സൾഫേറ്റ് ആണ്, FeSO4 ആണ്, ലൈറ്റ് ഗ്രീൻ ആണ് കളർ എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതയാണ്. എവിടെ മുതൽ എവിടെ വരെ കാണപ്പെടുന്നത്? എലമെന്റ്സ് ആർ ഇൻക്ലൂഡ് ഇൻ ഗ്രൂപ്പ് 3 to എവിടെ മുതലാണ്? ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 മുതൽ 12 വരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ് കാണുന്നത്. ഫില്ലിംഗ് ദി ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ ദ പെനിറ്റിമേറ്റ് ഷെല്ല്. പെനിറ്റിമേറ്റ് ഷെല്ല് എന്താണ്? നമ്മുടെ അവസാനത്തെ ഷെല്ലിലോട്ട് പോവാണ്ട് അതിന് തൊട്ട് മുന്നത്തെ ഷെല്ലാണ് ഇലക്ട്രോൺസ് വന്ന് ഫില്ല് ചെയ്യുന്നത്. ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ ആസ് പീരീഡ്. അപ്പൊ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? അവരുടെ ഗ്രൂപ്പും പീരീഡിലെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് തമ്മിൽ സാദൃശ്യമുണ്ട്. There are metals. ഇവരെന്താണ്? മെറ്റൽസ് ആണ്. They generally from colored compounds. ഇവർ എന്ത് ടൈപ്പ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്? കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കും കേട്ടോ. 2 പോയിന്റ് എങ്കിലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് ലാന്തനോഡ്സ് ആൻഡ് ആക്ടിനോഡ്സ്. അടുത്ത നമ്മൾ ഏതാ പറയുന്നത്? ലാന്തനോഡ്സ് ആൻഡ് ആക്ടിനോഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എവിടെ ലാന്തനോഡ്സും ആക്ടിനോഡ്സും കാണപ്പെടുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കണം അല്ലെ. ഈ അവസാന പീരിയോഡിക് ടേബിൾ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പേരെ കണ്ടോ? പീരിയോഡിക് ടേബിൾ ലാസ്റ്റ് കുറച്ച് പേര് അല്ലെ, ഇവിടെ മുതലാണ് കേട്ടോ. ലാസ്റ്റ് കിടക്കുന്ന ഇവരെയാണ് നമ്മൾ ലാന്തനോഡ്സും അതേപോലെ തന്നെ ആക്ടിനോഡ്സ് എന്നും പറയുന്നത് കേട്ടോ. ലാസ്റ്റ് കിടക്കുന്ന ഇവരെയാണ്. നെക്സ്റ്റ് അടുത്ത് എന്താ നോക്കിയാലോ? അടുത്ത് എന്തൊക്കെയാ പറയാനല്ലേ? Okay. Identify the position of a lanthanum and the 14 elements following it. ജസ്റ്റ് കാണിച്ചു തന്നിരുന്നല്ലോ, അതാണ് കേട്ടോ. ജസ്റ്റ് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല, നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നോക്കി പോവാം. In the 16th period, lanthanum and the 14 elements following it have been arranged separately at the bottom of the periodic table. The elements of from lanthanum to lutetium are known as lanthanoids. അപ്പൊ 6ാമത്തെ പീരീഡിലാണ് ലാന്തനം എന്ന് പറയുന്ന ലാന്തനോഡ്സ് കാണപ്പെടുന്നത് അല്ലെ. ലാന്തനോഡ്സ് കാണപ്പെടുന്നത്. അപ്പൊ എവിടെ മുതൽ എവിടെ വരെയാന്ന് പറഞ്ഞിട്ടുണ്ട്? ലാന്താനം എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ 57 മുതൽ ലുട്ടേഷ്യം എത്രയാണ്? ആറ്റോമിക് നമ്പർ എത്രയാണ്? 71 വരെയുള്ള എലമെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഏതാണ് ഇവരുടെ പീരീഡ്? ഏതാണ്? 6ാമത്തെ പീരീഡ് ആണ്. അത് പറഞ്ഞു പോരുത് കേട്ടോ. അടുത്തത് ഇൻ ദ 7th പീരീഡ് actinium and the 14 elements following it have been given a separate position below lanthanoids. The elements from the actinium atomic number എത്രയാണ്? 89 ആണല്ലേ. To lawrencium atomic number എത്രയാണ്? 103 ആണ്. ആർ കോൾഡ് ആക്ടിനോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആർ കോൾഡ് എന്നാണ്? ആക്ടിനോയിഡ്സ് ആണ് അല്ലെ. അപ്പൊ എന്താ ആക്ടിനോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7ാമത്തെ പീരീഡില് എത്രാമത്തെ മുതലാണ്? 89ാമത്തെ എലമെന്റ് ആയ ആക്ടീനിയം മുതൽ 103ാമത്തെ എലമെന്റ് ആയ ലൊറേൻഷ്യം വരെയാണ് എന്ത്
എന്ത് കാണപ്പെടുന്നത്? ആക്ടിനോയിഡ്സ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവരെവിടെ കാണപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെയായിട്ട് 2 ടേബിൾസിലായിട്ട് രണ്ട് സെപ്പറേറ്റ് ഇവർക്ക് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ഓൾസോ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ഇവരെന്താ? ലാന്തനോയിഡ്സിനും അതേപോലെ തന്നെ ആക്ടിനോയിഡ്സിനും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയും കേട്ടോ. ലാന്തനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റെയർ എർത്ത്. ലാന്തനോയിഡ്സിന് വേറൊരു പേരൂടെ ഉണ്ട്, റെയർ എർത്ത്. ഇവർ രണ്ടിനെയും കൂടെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അടുത്തത് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അല്ലേ. പീരിയോഡിക് ടേബിൾ ഇൻ ദ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആണ് അല്ലേ. ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് in group and periods, the chemical and physical properties of elements show the regular change. You have aware the electron configuration of elements and number of shell vary with atomic number. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആറ്റത്തിന്റെ സൈസ് ഗ്രൂപ്പിലും പീരിയഡ്സിലും എങ്ങനെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണ്ട. നമ്മുടെ കെമിസ്ട്രിന്റെ ഫിസിക്സിന്റെ പ്രത്യേകത എന്താ? ചെറിയ ചെറിയ മാർക്സിനുള്ള ക്വസ്റ്റിനെ വരുള്ളൂ കേട്ടോ. അപ്പൊ ആറ്റത്തിന്റെയും അതേപോലെ പ്രത്യേകതകൾ എന്താ എന്നുള്ളത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. ആറ്റത്തിന്റെ സൈസ് ഇതാട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ദ സൈസ് ഓഫ് എ ആറ്റം ദ സൈസ് ഓഫ് ആൻ ആറ്റം can be expressed in the term of atomic radius. It is the distance from the center of the nucleus of the outermost shell എന്താണ് containing electron. അപ്പൊ എന്താണ് നമ്മുടെ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്? എന്താണ്? ആറ്റത്തിന്റെ സൈസ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അത് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസുമായിട്ടുള്ള ആ ഒരു ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് പറയാനുള്ളത് 2 കാര്യമാണ്. ആറ്റത്തിന്റെ സൈസിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് ഷെൽസും ഉണ്ട് കേട്ടോ. ന്യൂക്ലിയർ ചാർജും അതേപോലെ എന്താണ്? നമ്പർ ഓഫ് ഷെൽസും ഉണ്ട്. നെക്സ്റ്റ് അടുത്തൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ഇവിടെ കുറച്ച് എലമെന്റ്സിനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നെയിം ഓഫ് എലമെന്റ്സ് ഏതാണ്? ലിഥിയം സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ഷെല്ലിന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്പർ ഓഫ് ഷെൽസ് എത്ര ഉള്ളത്? ഇവിടെ 2 ഉണ്ട്. ഇവിടെ എത്ര ഷെൽസ് ഉണ്ട്? 3 അല്ലെ. സോഡിയത്തിന് 3 ഷെല്ലാണുള്ളത്. പൊട്ടാസ്യത്തിന് എത്ര ഷെല്ലാണുള്ളത്? 4 ഷെല്ല് അല്ലെ. 1 2 3 4 അങ്ങനെയാണ് കേട്ടോ നമ്മൾ 4ആയിട്ട് ഷെല്ല് കണക്കാക്കുന്നത്. റുബീഡിയം ആണെങ്കിൽ എത്ര ഷെല്ലുണ്ട്? 1 2 3 4 5. എത്ര ഷെല്ലുണ്ട്? 5 ഷെൽസ് ഉണ്ട് അല്ലെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് എന്താ നോക്കിക്കേ. ഇത് വാട്ട് ദ ചെയിൻ ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ ദ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതാണ് അല്ലെ. ഗ്രൂപ്പിൽ താഴോട്ട് അല്ലെങ്കിൽ ഡൗൺ ആവുമ്പോൾ എന്ത് ചേഞ്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഷെല്ലിന്റെ നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്പർ ഓഫ് ഷെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും അല്ലെ. ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ആറ്റം. അപ്പൊ ഷെല്ലിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസിന് എന്ത് സംഭവിക്കുന്നു? ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യില്ലേ അല്ലെ. സൈസ് എന്തായി വരും? വലുതായിട്ട് വരും അല്ലെ. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. സൈസ് ഓഫ് ആറ്റം increased. അടുത്ത എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയസിന്റെ എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ അട്രാക്ഷനും എന്ത് ചെയ്യും? കൂടും കേട്ടോ. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെക്കണേ. അടുത്തത്, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിത്ത് ഇൻക്രീസ് ദ ആറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുമ്പോൾ ആറ്റോമിക് നമ്പറിന് എന്ത് സംഭവിക്കുന്നു? പറഞ്ഞേ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടുമ്പോൾ ആറ്റോമിക് നമ്പറിന് എന്താ മാറ്റുണ്ടാകുന്നത്? പ്രോട്ടോൺസിന്റെ എണ്ണം അല്ലെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. രണ്ടും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ if so, what happened to the nuclear charge with the increase in the atomic number? ആറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ when with increase the nuclear charge അല്ലെ, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ the force of attraction between the nucleus and the outermost electron increase. അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ എന്താ ഈ പോയിന്റിൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിക്കേ.
ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും കേട്ടോ. ഇഫ് സോ വാട്ട് ഹാപ്പൻ ടു ദ സൈസ് ഓഫ് ആറ്റം? അപ്പൊ ആറ്റത്തിന്റെ സൈസിന് എന്ത് മാറ്റം സംഭവിക്കും? ആറ്റത്തിന്റെ സൈസിനും മാറ്റം ഉണ്ടാവില്ല. ആറ്റത്തിന്റെ സൈസിന് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ത്രൂ ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ഡൗൺ എ ഗ്രൂപ്പ് ഇസ് എഫക്ട് ദ ഓവർകം ബൈ ദ ഇൻക്രീസിംഗ് ഇൻ ദ നമ്പർ ഓഫ് ഷെല്ല് ആൻഡ് ഹെൻസ് ദ സൈസ് ഓഫ് ആറ്റം വിൽ ഇൻക്രീസ്. അപ്പൊ ഈ പോയിന്റ് ഇതേപോലെ പഠിക്കണം കേട്ടോ. ഇത് എന്തായാലും എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാവും. അപ്പൊ എന്താ ചോദ്യം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇത്രേ ഉള്ളൂ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? നമ്പർ ഓഫ് ഷെൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആരും ഇൻക്രീസ് ചെയ്യും? സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത്രയും മാത്രം പഠിച്ചാൽ മതി. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, എന്താണ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നു, സോ എന്താണ് സൈസ് ഓഫ് ആറ്റം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. അടുത്ത പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത്. പീരീഡിലൊന്ന് ശ്രദ്ധിച്ചേ. ഗ്രൂപ്പ് പീരീഡ് 2 ആണ് അല്ലേ? അപ്പൊ പീരീഡ് 2ലും എന്താണ്? ഇവിടെ എത്ര ഷെൽസ് ഉണ്ട്? 2 ഷെല്ല്. ഇവിടെ 2 ഷെല്ല്. 2 ഷെൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? മാറ്റമുണ്ടോ? ഷെൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലെ? ഷെല്ലിന്റെ എണ്ണത്തിന് മാറ്റമുണ്ടോ? ഇല്ല. ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ദ ഷെൽസ് ഓൺ മൂവിങ് അലോങ് പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? അപ്പൊ ഇത് പീരീഡ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മുടെ എന്താ പറയുക, ഷെൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഓൺ മൂവിങ് അലോങ് ദ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അപ്പൊ പറഞ്ഞേക്കുന്നത് എന്താണ്? പീരീഡില് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. എന്ത് കൂടുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ഷെല്ലിന്റെ എണ്ണത്തില് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഷെല്ലിന്റെ എണ്ണത്തിന് എന്തുണ്ടാവുന്നില്ല? മാറ്റം ഉണ്ടാകുന്നില്ല. വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എ ന്യൂക്ലിയസ് ടുവേർഡ്സ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ? അപ്പം ബാഹ്യതം ഇലക്ട്രോണിന് മേളിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസിന് മേലില് ന്യൂക്ലിയസിനുള്ള ആകർഷണത്തിന് എന്ത് സംഭവിക്കുന്നു? ആകർഷണത്തിന് എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് തൊട്ട് താഴെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കാം. ഇത്രേ ഉള്ളൂ. മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഇസ് എ നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഷെല്ലിന്റെ എണ്ണത്തിന് മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും എത്രയായിരുന്നു ഷെല്ല് വരുന്നത്? 2 തന്നെയാണ് ഷെല്ല് വരുന്നത്. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ്ഡ് ഗ്രാജുവലി. അപ്പൊ എന്താണ്? ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഇൻക്രീസ്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ സൈസ് ഓഫ് ആറ്റം എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത് കേട്ടോ. സൈസ് ഓഫ് ആറ്റം എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ആണ്. അപ്പം പീരീഡിലാകുമ്പോൾ പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. പക്ഷെ ഗ്രൂപ്പില് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുമ്പോൾ എന്താണ്? ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ മൂവിങ് ഡൗൺ. ഈ പോയിന്റ് ആണ്, ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ടത് കേട്ടോ. അതാണ് മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ദ സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ഇൻ ദ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് ദ പീരീഡ്. അപ്പം ഗ്രൂപ്പിലാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി പീരീഡിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അത് നന്നായിട്ട് നോക്കി വെക്കണേ. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ അയണൈസേഷൻ എനർജി ഒക്കെ നെക്സ്റ്റ് ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ആയിട്ട് അറിയിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.